സർ എം.വി. ജയരാജൻ പറഞ്ഞതനുസരിച്ചിട്ട് പാർട്ടിക്കാണോ അതോ അവർക്കാണോ തെറ്റുപറ്റിയിട്ടുള്ളത്? അല്ല, എം.വി. ജയരാജൻ പറഞ്ഞത് ഒന്ന് അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു യഥാർത്ഥ ക്രക്സ് അല്ല മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം 3 അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവരോട്. യഥാർത്ഥത്തിൽ അതായിരുന്നു ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്. കാരണം അതൊരു വലിയ ചോദ്യമാണ്. ജി സുധാകരനോടൊക്കെയുള്ള വലിയ ചോദ്യമാണ്. ജി സുധാകരനുണ്ട്. അദ്ദേഹം ജി സുധാകരന്റെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയതിൽ ഉറപ്പായിട്ടും ജി സുധാകരൻ ഉണ്ടല്ലോ. ജി സുധാകരനുണ്ട്. അതുപോലെ കുഞ്ഞികൃഷ്ണൻ ഉണ്ട്. പിന്നെ ടി.കെ. ഗോവിന്ദ മാഷുണ്ട്. ഈ ടി.കെ. ഗോവിന്ദ മാഷും കുഞ്ഞികൃഷ്ണനും ഒക്കെ അഭിപ്രായം പറയേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, ഓക്കെ, പാർട്ടിക്കെതിരെ അവർ വിമർശനങ്ങൾ ഉന്നയിച്ചു. അവർ യു.ഡി.എഫിന്റെ ഭാഗമായി. അവരെ സംബന്ധിച്ച് വേറെ നിവൃത്തിയില്ല. യു.ഡി.എഫിന്റെ ഭാഗമായിട്ട് മാത്രമേ മത്സരിക്കൽ നടക്കുള്ളൂ, അല്ലെങ്കിൽ യു.ഡി.എഫിന്റെ പിന്തുണ കിട്ടിയിട്ടേ പറ്റുള്ളൂ. പക്ഷെ അവരിപ്പോഴും പറയുന്ന അവർ സ്വതന്ത്രരാണെന്നാണല്ലോ. അപ്പൊ സ്വതന്ത്രരാകുമ്പോൾ എം.വി. ജയരാജൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, പി.എം. ശ്രീയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുക. എന്ന് പി.എം. ശ്രീ ഇപ്പൊ നടപ്പാക്കാൻ പോവാണ്. കൂടാതെ SIR നടപ്പാക്കിയ ഉദ്യോഗസ്ഥരെ കീ പോസ്റ്റുകളിൽ വെച്ചതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ കൂടാതെ അദ്ദേഹം പറയുന്നത്, വിഴിഞ്ഞം പോർട്ടിൽ അദാനിയും അതുപോലെ ബെക്കാഡിയുടെയും ഒക്കെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, കമ്പനിക്ക് ടാക്സ് കുറച്ച് കൊടുത്ത്. അപ്പൊ ഇതിലൊക്കെ അവര് ഇപ്പൊ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു.ഡി.എഫിന്റെ ഭാഗമല്ലാതായി തീരും. കാരണം വെച്ചാൽ അവർക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ഇപ്പൊ അതിനുവേണ്ടി അവർ ശരിക്കും പറഞ്ഞാൽ യു.ഡി.എഫിനെ ന്യായീകരിച്ചേ പറ്റുള്ളൂ. കാരണം അവരുടെ വോട്ട് മേടിച്ച് ജയിച്ചവരാണ്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പെടലാണ് പെട്ടേക്കുന്നത്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ പാർട്ടിയിലേക്ക് തിരുത്തൽ വരുത്തിയാൽ ഇവർക്ക് തിരികെ വരാമെന്ന് പറഞ്ഞു. അതായത് ഇവർ ഈ നിലപാടുകളിലൊക്കെ മാറ്റം വരുത്തി, അതായത് പാർട്ടിയോട് തിരുത്തൽ വരുത്തി തിരികെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ അതിനോട് ടി.കെ. ഗോവിന്ദ മാഷ് പറഞ്ഞത്, പാർട്ടി കണ്ടെത്തിയിട്ടുണ്ടല്ലോ പാർട്ടിക്കാണ് തെറ്റുപറ്റിയെന്ന്. അപ്പൊ പിന്നെ പാർട്ടിയല്ലേ തിരുത്തേണ്ടത്, ഞങ്ങളല്ലല്ലോ എന്നാണ് അത് ചോദിച്ചേക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഗോവിന്ദ മാഷ് ഇത് ഓൾറെഡി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ഈ എം.വി. ജയരാജനും ചെറിയ ആളല്ല കേട്ടോ. അദ്ദേഹം 2016 മുതൽ 2019 വരെ പിണറായിയുടെ സെക്രട്ടറി ആയിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ. അദ്ദേഹം അത്ര അടുപ്പമുള്ള ആളാണ്. കൂടാതെ നമുക്കറിയാം, അദ്ദേഹം അതിനുശേഷം വന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് നിയമിതനായത്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റാണ്, അല്ലാതെ ചെറിയൊരു ജില്ലാ സെക്രട്ടറി അല്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റാണ്. അതുപോലെയാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വലിയ നേതാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പക്ഷേ ചിലപ്പോൾ ഇതുപോലത്തെയുള്ള വൈകാരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിപ്പോ അദ്ദേഹം ഈ ഹൈക്കോടതിമാരെയൊക്കെ ജഡ്ജിമാരെയൊക്കെ ശുംഭൻ എന്നൊക്കെ വിളിച്ചു. അതിനുശേഷം അദ്ദേഹം പിന്നെ ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവനാണെന്നൊക്കെ പറഞ്ഞു വന്നു. ലാസ്റ്റ് ഒരു പ്രകാശവും ഇല്ലാത്ത മറ്റേ അഴിക്കുള്ളിൽ പുള്ളി കിടക്കേണ്ടി വന്നു ഈ കോടതി ഇലക്ഷൻ കേസിൽ. അപ്പൊ അതുപോലെയൊക്കെ പറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇതിപ്പോ വലിയ ചൂടേറിയ സംവാദമായി മാറിയിട്ടുണ്ട്. ആ സംവാദമായി മാറിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ വാചകങ്ങളൊന്നും മാധ്യമങ്ങൾ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. ഈ SIR-ൽ എന്താണ് നടപ്പാക്കിയ ഉദ്യോഗസ്ഥൻ, PM ശ്രീ എന്താണ്, അതുപോലെ ബെക്കാഡിയിൽ എന്താണ്, ഈ പറയുന്ന അദാനിയുടെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ വിഷയം എന്നുള്ളത് ഈ CPM-ന്റെ ഭരണം പോരാ എന്ന് പറഞ്ഞ് പുറത്തു പോയിട്ടുള്ള വിമതന്മാരോട് അദ്ദേഹം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അവരൊന്നും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ പറയാതിരിക്കുമ്പോഴാണ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ തന്നെ നമ്മുടെ ഗോവിന്ദ മാഷ് അഭിപ്രായം പറഞ്ഞു. ഗോവിന്ദ മാഷ് അഭിപ്രായം പറഞ്ഞത് അവര് വർഗവഞ്ചകരാണെന്നോ. ഈ വർഗവഞ്ചകർ എന്നൊക്കെയുള്ള വാചകങ്ങളൊക്കെ ഇനി ഉപയോഗിക്കണോന്നൊക്കെ ഉള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം അതൊന്നും ഇപ്പൊ ഇക്കാലത്ത് ഒരു സമൂഹത്തിനോ സാധാരണ ആളുകൾക്കൊന്നും അത്ര ഡൈജസ്റ്റ് ആവുന്ന കാര്യം അല്ല. പക്ഷെ പാർട്ടിക്കാർക്കൊക്കെയാണ്. പാർട്ടിക്കാർ വർഗവഞ്ചകരാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വർഗവഞ്ചകരാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇന്ന് മറ്റേ ജി സുധാകരൻ പറഞ്ഞേക്കണത്, നിങ്ങളാണ് വർഗവഞ്ചകർ, നിങ്ങളാണ് ഈ പറയുന്ന പ്രസ്ഥാനത്ത് ഒറ്റുകൊടുത്തവർ, തൊഴിലാളി വർഗത്തിന് ഒറ്റുകൊടുത്തവർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും വലിയൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ചോദ്യം, ഈ ജയിച്ചു വന്ന എന്തായാലും MLA-മാരായല്ലോ, ഇനിയിപ്പോ എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനൊന്നും മുകളിൽ ഇനി അടുത്ത തവണ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ 5 കൊല്ലത്തെ ടൈമുണ്ട്. അപ്പൊ ആ ടൈമിനിടക്ക് യഥാർത്ഥത്തിൽ ജി സുധാകരനോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റേ നമ്മുടെ ടി.കെ. ഗോവിന്ദ മാഷിനോ ഒന്നും അഭിപ്രായം പറയാൻ പറ്റൂല. കാരണം അവര് രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് നിലനിൽപ്പൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ എം.വി. ജയരാജൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ പറഞ്ഞൊന്ന് അവരെ കൊടുക്കാനാണ്. പക്ഷെ സംഗതി പറഞ്ഞു വന്നപ്പോഴത്തേക്കും എന്തായി പോയി, ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിവാദമായി പോയി. കാരണം എം.വി. ജയരാജൻ ഈ അഭിപ്രായം പറയുന്നു, ഉടനെ ഒറ്റടിക്ക് ഗോവിന്ദ മാഷി ഈ അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രശ്നമായി പോയി. പിന്നെ ഇതൊക്കെ ആരാണ് തിരുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, 2 പക്ഷങ്ങളും തിരുത്തേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, CPM-നെ സംബന്ധിച്ചോളം CPM-ന് ഇപ്പൊ CPM തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റി എന്നൊക്കെയാണ്. അപ്പൊ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റിയെന്ന് എനിക്ക് തോന്നുന്ന എം.വി. ജയരാജൻ പറഞ്ഞത് കൂടി കൊണ്ടിട്ടായിരിക്കും. തെറ്റുപറ്റിയതിൽ ഒരെണ്ണം എന്ന് പറയുന്ന ഗോവിന്ദ മാഷ ഭാര്യയെ നിർത്തിയതാണല്ലോ. അപ്പൊ അതുകൂടി കൊണ്ടിട്ടായിരിക്കും അദ്ദേഹം പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങനെ തെറ്റുപറ്റിയത് എന്താണ് എന്നുള്ളത് പാർട്ടിയാണ് ഏറ്റവും കൂടുതലായിട്ട്, CPM ആണ് ചിന്തിക്കേണ്ടത്. കാരണം CPM ആണ് ഇവിടെ നിലനിൽക്കേണ്ടത്. ബാക്കി ഇപ്പൊ മറ്റവരൊക്കെ വ്യക്തികളാണ്, അതിലൊന്നും വലിയ പ്രാധാന്യം
ഇല്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് പാർട്ടി കൂലങ്കുഴായി ചിന്തിക്കണം. ആ ചിന്തിക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പൊ പാർട്ടിക്ക് തന്നെ അറിയാം. യഥാർത്ഥത്തിൽ ഇപ്പൊ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ ഇവര് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്, സംസ്ഥാന കമ്മിറ്റി കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല. കാരണം ഈ തോൽവിയെ കുറിച്ച് കുറെ കൂടി വിശദമായി പഠിക്കണമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ട് പാർട്ടി ഇത് തിരുത്തണം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബാക്കി വിമതന്മാരായിട്ടുള്ള ആളുകളും തിരുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ, അവരടക്കമുള്ള ആളുകൾ പലപ്പോഴും നമ്മള് നമ്മുടെ പ്രിയപ്പെട്ട ജി സുധാകരന്റെ കാര്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അധികാരമോഹം തോന്നിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ബാക്കി രണ്ടുപേരും നമുക്ക് അങ്ങനെ അധികാരമോഹം തോന്നിയോണ്ടാണെന്ന് പറയാൻ പറ്റില്ല. കഴിയില്ല. പക്ഷെ അവിടെയും പാർട്ടിക്ക് പറഞ്ഞേക്കാവുന്ന കാര്യങ്ങളുണ്ട്. കാരണം TK ഗോവിന്ദ മാഷ് പറയുന്നത് എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഞാൻ തന്നെ ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പൊ അങ്ങനെ എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട കൊടുക്കാതിരിക്കുന്ന ഒരു പാർട്ടിയല്ലല്ലോ CPM എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതേസമയം കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഗൗരവത്തിലുള്ളതാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന നിലവിലുള്ള ഒരു MLA TI മധുസൂദനെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹം സ്ഥാനാർത്ഥിയാണെങ്കിൽ മാത്രം ഞാൻ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും എന്ന് പറഞ്ഞ ഒരാളാണ്. അതിനെ കുറെ കൂടി അവധാനതയോടുകൂടി പാർട്ടിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണമായിരുന്നു. ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല, പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം ഉള്ളപ്പോഴും അദ്ദേഹത്തെ ഇതിന്റെ ചീഫ് ഓഡിറ്ററായി നിയമിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് വീണ്ടും ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ പാർട്ടി അങ്ങനെ നിലനിർത്താൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ എങ്കിൽ പോലും പാർട്ടിക്ക് പറ്റി തെറ്റ് ഞാൻ വിചാരിക്കുന്നത് ഈ ഇവരൊക്കെ പറയുന്നത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, പക്ഷെ ഇവര് പറയുന്നതിന് ജനം വിശ്വസിച്ചു എന്നുള്ളതാണ്. ഇവര് പറയുന്നത് ശരിക്കും ശരിയല്ല, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന പ്രചരണം കൊടുക്കുന്നതിലെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം പാർട്ടിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആ പറ്റിയതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു പാർട്ടി എന്ന് പറയുന്നത് അവരെ കൂടെയുള്ള ജനത്തെ കൂടെ പിടിച്ചേ പറ്റൂ. എന്ന് പറഞ്ഞ് പാർട്ടിക്ക് വലിയ തകർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. പാർട്ടിക്ക് ഇപ്പോഴും 81 ലക്ഷം വോട്ടുണ്ട്. അതായത് ഇടതുപക്ഷത്തിന് മൊത്തം 81 ലക്ഷത്തോളം വോട്ടുണ്ട്. 1 കോടിയിലധികം വോട്ടുകൾ ഇവർക്ക് കിട്ടി. 19 ലക്ഷത്തിന് വ്യത്യാസം ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ എങ്കിൽ പോലും പാർട്ടിക്ക് 81 ലക്ഷം വോട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവരൊക്കെ ഇനിയിപ്പോൾ തിരുത്തിയാലും ഇല്ലെങ്കിലും പാർട്ടി അത് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട കാര്യം പാർട്ടി തിരുത്തുക എന്നുള്ളതാണ്. പിന്നെ ഇവരെ സംബന്ധിച്ചും ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായി ഒരു തരത്തിലും ബന്ധപ്പെടാത്ത കാര്യങ്ങളായിരിക്കും ഈ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത്, സതീശൻ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കുറെ കൂടി വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ വിമതന്മാരായിട്ടുള്ള CPM-കാരൊക്കെ തന്നെ എത്തിച്ചേരുക. കാരണം ഇവർക്ക് അപ്പുറത്ത് പ്രാക്ടിക്കലി ഇവർക്ക് അപ്പുറത്ത് നിന്നേ പറ്റൂ. എന്നാൽ ഇവരുടെ മനസ്സ്, ഇവരുടെ വോട്ട് ചെയ്ത ആളുകളുടെ മനസ്സ് എന്ന് പറയുന്നത് പിണറായിയെയും അതുപോലെ തന്നെ LDF-നെയും ഒക്കെ തിരുത്താൻ വേണ്ടിയാണെങ്കിൽ അത് പിണറായിയും LDF ഒക്കെ എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ ഇപ്പൊ അധിക സമയം വേണ്ട. കാരണം ജയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഒരാഴ്ച കൊണ്ട് തന്നെ അതുപോലെ ജനത്തിന് വന്നിരുന്നു. ഇവന്മാര് വരണ്ടായിരുന്നു, അവര് ഭരിച്ച മതിയായിരുന്നു തോന്നി. അതിനുശേഷം ഇപ്പൊ 35, 40 ദിവസം, 45 ദിവസം തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇപ്പൊ ഈ ഒരു അഭിപ്രായ ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ചും വലിയ 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 പ്രശ്നങ്ങളാണ്, പ്രതിസന്ധിയാണ് അവരെ കാത്തിരിക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു നേട്ടമുണ്ട്. കാരണം അവര് MLA-മാരായി. സ്വാഭാവികമായിട്ടും ഒരിക്കലും ചിലപ്പോൾ പാർട്ടിയിൽ നിന്നുണ്ടെങ്കിൽ സീറ്റ് കൊടുക്കില്ലായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി അവർക്ക് അവരെ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ വിശ്വാസം നിലനിർത്താൻ കഴിയുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സംഭവിക്കും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ചും ഈ സതീശൻ ഗവൺമെന്റും അതുപോലെ ഈ ഗവൺമെന്റും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും ജി സുധാകരനെ പോലൊരാൾക്കോ കുഞ്ഞികൃഷ്ണൻ പോലൊരാൾക്കോ അല്ലെങ്കിൽ TK ഗോവിന്ദ മാഷ പോലൊരാളോ കുറച്ചുകൂടി പ്രതിസന്ധിയിലേക്ക് എത്താനാണ് വഴി.